പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പുതിയൊരു വിഷയമാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായൊരു വിഷയം തന്നെയാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടി പോകുന്നത്. അതായത് നിങ്ങളെ വെറുക്കുന്നവരെ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്നതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളുമായിട്ട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഇതുപോലെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? നിങ്ങളെ വെറുക്കുന്നവരെ ചിലപ്പോൾ ചില ആൾക്കാർക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റും, ചില ആൾക്കാർക്ക് എന്ത് തന്നെയായാലും നമുക്ക് അവരെ മനസ്സിലാക്കാൻ പറ്റില്ല അല്ലേ? അവർ നമ്മളെ കൂടെ തന്നെ ഉണ്ടാവും, പക്ഷേ നമ്മളെ കൂടെ തന്നെ സോപ്പിട്ടിട്ടൊക്കെ ഉണ്ടാവും, പക്ഷെ നമുക്കവരെ മനസ്സിലാവില്ല. നമ്മൾ ഏതെങ്കിലും കുഴിയിൽ പോയി വീഴുമ്പോഴേ അവർ നമ്മളെ ഇത്രത്തോളം വെറുക്കുന്നുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ ആലോചിച്ചാൽ മനസ്സിലാവും. നമ്മളിപ്പോൾ ഇപ്പോൾ എൻ്റെ ഒരു കാര്യം തന്നെ എടുക്കാം. യൂട്യൂബ് ചാനലൊക്കെ ഞാൻ തുടങ്ങി. ഞാൻ സത്യം പറഞ്ഞാൽ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ബന്ധുക്കളോട് പ്രത്യേകിച്ച് നമ്മൾ പറയാൻ പാടില്ല. പിന്നെ ഫ്രണ്ട്സിനോടായാലും നമ്മൾ പറയാതിരിക്കുന്നതാണ് നല്ലത്. ആരോടും പറയരുത്. ഇപ്പോൾ ഞാൻ പറയാതെ തന്നെ നാട്ടിലൊക്കെ ഓരോരുത്തരായിട്ട് ഇപ്പോൾ അറിയാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം ഞാൻ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ ഏറ്റവും അടുത്ത് എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഏറ്റവും അടുത്ത ഒരു കുറച്ച് ആൾക്കാരോട് മാത്രം, എൻ്റെ ഏറ്റവും അടുത്ത ആൾക്കാരുണ്ടാവില്ല, അവരോട് മാത്രം ഒരു 3-4 ആളോട് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ ഞാനിങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങിയ കാര്യം. അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ നല്ലത് മാത്രം ആഗ്രഹിക്കുന്നവരാണ്. അവരോട് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി ഉള്ള റിലേഷനിലുള്ളവരോടോ അല്ലെങ്കിൽ പുറത്തുള്ളവരോടോ ഒരു ഫ്രണ്ട്സിനോട് പോലും ഞാൻ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയ കാര്യം. ഒരു ഫ്രണ്ട്സും ഇതുവരെ ചോദിച്ചിട്ടും ഇല്ല കേട്ടോ. നമ്മളെ നാട്ടിൽ പക്ഷേ അറിഞ്ഞിട്ടുണ്ട്. നാട്ടിൽ ഉള്ള വീട്ടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരാൾ അറിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു അയാൾ ഇപ്പോൾ അത് കുറേ പേരോട് പറഞ്ഞ് എല്ലാം സ്പ്രെഡായിട്ടുണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. കാരണം നമ്മൾ ഒരു സംരംഭത്തിനിറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാൽ അത് നമ്മൾ വിജയത്തിലെത്തുന്നത് വരെ നമുക്കൊരു കാര്യം ഉണ്ടാവാൻ വേണ്ടി ആയിരിക്കുമല്ലോ നമ്മൾ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ ഇനി ആര് അറിഞ്ഞു കഴിഞ്ഞാലും നമ്മൾ മുന്നോട്ട് തന്നെ അല്ലേ? നമുക്കതൊന്നും വലിയൊരു കാര്യമല്ല. നമുക്ക് നമ്മുടെ ആ ഒരു ഇതിലേക്ക് നമ്മൾ പോകാൻ വേണ്ടി നമ്മൾ പ്രയത്നിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇപ്പോൾ നാട്ടിലുള്ള അവരൊക്കെ അറിഞ്ഞിട്ടും അവരൊക്കെ നല്ലവരായ ആൾക്കാർ തന്നെയാണ്. നാട്ടിലുള്ളവരൊക്കെ അറിഞ്ഞവരൊക്കെ നല്ലവർ തന്നെയാണ്, എനിക്കറിയുന്നവരുമാണ് എല്ലാവരും. അപ്പോൾ ഓരോരാളായിട്ട് ഇപ്പോൾ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടല്ലേ എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും ഹാപ്പി ആയിട്ട് തന്നെയായിരിക്കും ചോദിക്കുന്നുണ്ടാവുമെന്നല്ലേ നമുക്ക് വിചാരിക്കാൻ പറ്റുമല്ലേ? അപ്പോൾ നമുക്ക് ഈ കാര്യത്തിലേക്ക് കടക്കാം. ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ വെറുക്കുന്നവരുടെ ലക്ഷണങ്ങൾ. എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, ശരിക്കും പറഞ്ഞാൽ നമ്മളെ വെറുക്കുന്നവർ ഒരിക്കലും നമ്മളെ മുഖത്ത് നോക്കിയിട്ട് സംസാരിക്കില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവർ പലപ്പോഴും സംസാരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കും. അവർ നമ്മളെ മുഖത്ത് നോക്കില്ല. മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം പൊളിഞ്ഞു പോകുമെന്ന് വിചാരിച്ചിട്ടാണോ എന്നറിയില്ല. അവർ എല്ലാ സ്ഥലത്തും അവരിങ്ങനെ പരതിയിട്ടാണ് സംസാരിക്കുക, മുഖത്ത് നോക്കില്ല. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖത്ത് നോക്കുകയില്ല, മുഖം തരാതെ പോലെയുള്ള സംസാരമായിരിക്കും അവരുടേത്. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മളെ കൂടെ നിന്നിട്ട് നമുക്കൊരു വിഷമം വന്നു കഴിഞ്ഞാൽ അയ്യോ അങ്ങനെ പറ്റിയോ ഇങ്ങനെ പറ്റിയോ എന്നൊക്കെ പറയേ. പക്ഷേ ഉള്ളിലുണ്ടാവും ഡിസ്കോ ഡാൻസ് കളിക്കുന്നുണ്ടാവും. ഉള്ളിലുണ്ടാവും മറിയുന്നുണ്ടാവും. എൻ്റെ ദൈവമേ, ഇവർക്ക് ഇങ്ങനെ തന്നെ പറ്റണം എന്ന് വെച്ചാൽ നമ്മളെ മുന്നിൽ എന്ത് ചെയ്യും? നമ്മളെ സോപ്പിട്ടിട്ട് അയ്യോ എന്തിനു മുന്നിലും ഉണ്ടാവും, അയ്യോ പറയാനുണ്ടാവും. പക്ഷെ അവരായിരിക്കും നമുക്കിട്ടിട്ട് നമ്മളിങ്ങനെ ആയതിൽ ഏറ്റവും സന്തോഷിക്കുന്നുണ്ടാവും ഉള്ളിൽ വെച്ചിട്ട് അവരത് ഇതാക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ നമുക്ക് അയ്യോ പാവം പറഞ്ഞ് നമ്മളെ കൂടെ തന്നെ വരും, പക്ഷേ അവരുടെ ഉള്ളിലിരിപ്പ് വേറെ ആയിരിക്കും. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മളെ വെറുക്കുന്നവർ നമ്മളെ കൂടി ഏടിയും വരാനൊന്നും അവർ തയ്യാറാവില്ല, നമ്മളെ കാണാൻ വരാൻ തയ്യാറാവില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ കാരണമൊന്നും വേണ്ടി വരില്ല അവർക്ക് വെറുക്കാൻ. ചിലപ്പോൾ നമ്മൾ ഉന്നതിയായിരിക്കാം, നമ്മൾ ഉയർന്നു പോകുന്നതിനുള്ള ഇതായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കാം. പിന്നെ ഞാനൊന്നും ഒരിക്കലും അതൊന്നും മൈൻഡ് ചെയ്യാറില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. ഞാൻ ഒരിക്കലും മൈൻഡ് ചെയ്യാറില്ല. എന്നെ സ്നേഹിക്കുന്നവർ, എൻ്റെ ചുറ്റുമുള്ളവർ കുറച്ച് പേരുണ്ട്. അവരെ തിരിച്ചും സ്നേഹിച്ചിട്ട് ഞാൻ ഹാപ്പി ആയിട്ടാണ് ജീവിക്കുന്നത്. പിന്നെ വെറുക്കുന്നവർ വേർത്തോട്ടെ, ആയിരിക്കാണ് ഇവിടെ പ്രശ്നം അല്ലേ? പക്ഷേ നമ്മൾ മനസ്സിലാക്കണം അവരെ അല്ലേ? അവരുടെ ചതിയിൽ നമ്മൾ വീഴാൻ പാടില്ല. അവരുടെ ആ ഒരു നമ്മളെ പുകഴ്ത്തുന്നതും നമ്മളെ സോപ്പടിക്കുന്നതായിട്ടുള്ള അതിലേക്കൊന്നും നമ്മൾ വീഴരുത്. അവരെ നമ്മൾ മനസ്സിലാക്കാൻ പഠിക്കണം, ഉള്ളിൽ മനസ്സിലാക്കി വെക്കണം നമ്മൾ. എന്നിട്ട് മാത്രമേ നമ്മൾ അവരോട് പെരുമാറാൻ പാടുള്ളൂ. അത് അടുത്ത ബന്ധുക്കളായാലോ അകന്ന ബന്ധുക്കളായാലോ നമുക്കറിയുന്നവരുണ്ടാവുമല്ലോ. അപ്പോൾ പിന്നെയെന്ന് പറഞ്ഞാൽ ഇക്കൂട്ടർക്ക് മത്സര ബുദ്ധിയായിരിക്കും നമ്മളോട്. നമ്മളെന്തെങ്കിലും ഒന്ന് വാങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ ഇരട്ടി വാങ്ങേണ്ടി വരും. നമ്മളിപ്പോൾ
ഈ പറഞ്ഞതുപോലെ വീട്ടിൽ ഒരു കാറോ അല്ലെങ്കിൽ ടി വിയോ ഫ്രിഡ്ജോ എന്തെങ്കിലും പുതിയത് വാങ്ങുമ്പോൾ അവർക്ക് അതിൻ്റെ ഇരട്ടി വാങ്ങേണ്ടി വരും. നമ്മൾ എവിടെയെങ്കിലും പോയിട്ടുണ്ട് അതിനേക്കാളും വലിയ സ്ഥലത്ത് അവർ പോകാൻ വേണ്ടി ശ്രമിക്കും. നമ്മൾ വീട്ടിൽ വേറെ എന്തെങ്കിലും ആക്കി അതിൻ്റെ ഇരട്ടി അവരാക്കാൻ നോക്കും. അങ്ങനെയൊക്കെയുള്ള മത്സര ബുദ്ധി കാണിക്കുന്നവരായിരിക്കും ഇത്തരക്കാർ. അവർ നമ്മളോട് എല്ലാത്തിനും മത്സരിക്കാൻ വരും അവർ. പക്ഷെ അത് പ്രത്യക്ഷമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല, പക്ഷേ നോക്കിക്കഴിഞ്ഞാൽ കാണാനും പറ്റും. അവർക്ക് നമ്മളോട് നമ്മൾ വാങ്ങുന്ന അതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്നത് അതേ കാര്യങ്ങൾ തന്നെ അവർ അതിൻ്റെ ഇരട്ടിയായിട്ട് അവർ ചെയ്യാൻ നോക്കും, അങ്ങനെയുള്ള ആൾക്കാർ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്ത് നല്ലത് സംഭവിച്ചാലും നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു നല്ലത് ഇപ്പോൾ തന്നെ എനിക്ക് യൂട്യൂബിൽ ഇപ്പോൾ ഒരു ചെറിയ ഏണിങ്സിൻ്റെ ഇതിലൊക്കെ ഞാൻ എത്തി. അപ്പോൾ പറയുമോ ഇവളിങ്ങനെയൊക്കെ ചെയ്തിട്ടോ അതെല്ലാം ആർക്കാണ് കിട്ടാത്തത്, പിന്നെ പിന്നാണ് അവളൊക്കെ ഇങ്ങനെ പിൻവാതിലിലെ കൂടിയൊക്കെ പോയിട്ടാണ് ഓക്കൊക്കെ അതൊക്കെ കിട്ടുന്നത്. പിന്നെ വേറെ എന്തെങ്കിലും ഒരു ജോലിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമുക്ക് നല്ലത് എന്തെങ്കിലും സംഭവിച്ചാൽ പറയാം അതെല്ലാം അവർക്ക് ഓസിക്ക് കിട്ടിയതാണ്, അതൊന്നും അവർക്ക് ശരിയായ രീതിയിലൊന്നും കിട്ടിയതൊന്നും അല്ല, അങ്ങനെയൊന്നും അല്ല, ഓക്കൊന്നും അത്ര വലിയ കഴിവൊന്നുമില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നടക്കും. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മളെ പറ്റി ഉള്ളതും ഇല്ലാത്തതുമായ കാര്യങ്ങൾ അപ്പുറത്തെ വീട്ടിലും ഇപ്പുറത്തെ വീട്ടിലും ഒക്കെ പോയിട്ട് പറഞ്ഞു കൊടുക്കും. അവരിങ്ങനെയാണ് അവരങ്ങനെയാണ്. നമ്മളിനി എന്ത് ചെയ്താലും അവരെ കണ്ണിൽ കുറ്റമായിരിക്കും അല്ലേ. പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒന്നിൽ കണ്ടു ഒരാൾ പറഞ്ഞത്, പിന്നെ അവരിങ്ങനെ അവരുടെ നമ്മളിപ്പോൾ ഒരു വീട്ടിൻ്റെ മുന്നിലേക്ക് കൂടിയൊക്കെ പോകുമ്പോൾ അവർ ഒച്ചത്തിൽ പാട്ട് പാടുക, അല്ലെങ്കിൽ അവരുടെ വീടിൻ്റെ ഡോർ ഒച്ചത്തിൽ അടക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സൗണ്ട് ഉണ്ടാക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട്. അത് അവർ നമ്മളോടുള്ള വെറുപ്പോ അല്ലെങ്കിൽ നമ്മളോടുള്ള ദേഷ്യമോ പ്രകടമാക്കുന്നതായിരിക്കും. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ ഒന്ന് ഓർമ്മിക്കുക, ദൂരെയുള്ള ബന്ധുവിനേക്കാളും അടുത്തുള്ള ശത്രുവായിരിക്കും നമുക്ക് ഉപകാരത്തിനുണ്ടാവുക അല്ലേ. അപ്പോൾ നമ്മൾ ശത്രുതയെല്ലാം മറക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? ചെറിയ സില്ലി പ്രശ്നമായിരിക്കും, പക്ഷേ ഊതിപ്പെരുപ്പിച്ച് അതൊക്കെ ഇങ്ങനെയുള്ള ആൾക്കാർ വെറുപ്പിൻ്റെ രൂപത്തിലാക്കി മറ്റുള്ളവരിലേക്കും അതൊക്കെ എത്തിക്കും. അവളോട് മിണ്ടാൻ പാടില്ല, അവൾ അങ്ങനെയാണ്, അവൾ ഇങ്ങനെയാണ്. പിന്നെയെന്ന് വെച്ചാൽ ഇവർ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മളെക്കുറിച്ച് വേണ്ടാത്തതും ഇല്ലാത്തതുമായ കാര്യങ്ങൾ അവർ പബ്ലിക്കിൻ്റെ മുന്നിലൊക്കെ പോയിട്ട് പറയും. അവൾ അങ്ങനെയാണ്, അവൾ ഇങ്ങനെയായിരുന്നു, പിന്നെ ഉള്ളതൊന്നും ആയിരിക്കില്ല പറയുന്നുണ്ടാവും. അവരെ മനസ്സിൻ്റെ ശാന്തിക്ക് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, പബ്ലിക്കിലൊക്കെ പോയിട്ട് പറയും അവൾ ഇങ്ങനെയാണ്. അപ്പോൾ ഈ പറയുന്ന ആൾ പെർഫെക്റ്റ് ആണോ എന്നും കൂടി ഒന്ന് ചിന്തിക്കേണ്ടത് നന്നായിരിക്കും അല്ലേ എൻ്റെ പ്രിയപ്പെട്ടവരെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, പറയുന്നവർ പെർഫെക്റ്റ് ആണോ? ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ എനിക്ക് പറ്റിയ പ്രശ്നങ്ങളൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കാര്യങ്ങൾ, എനിക്ക് നടക്കാൻ പറ്റാത്ത കാര്യം, ഞാൻ വീണിട്ട് എനിക്ക് പറ്റിയ കാര്യങ്ങളൊക്കെ. അപ്പോൾ കുറച്ച് പേരൊക്കെ പുറമേ നിന്ന് ഇങ്ങനെ അയ്യോ പറയുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ ഉള്ളിൽ ഇതുപോലെ വിദ്വേഷം വെച്ച് നടക്കുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ അവരെ എന്താ ചെയ്തതെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നത് വെറുതെ അല്ല ഇങ്ങനെയൊക്കെ കിട്ടിയത്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഈ പറയുന്നവർ പെർഫെക്റ്റ് ആണോ? അവർ ഈ പീഡിയത്തലക്കും അവിടെയും ഇവിടെയൊക്കെ പോയിട്ട് ഇങ്ങനെ പറയാൻ മാത്രം അവർ വലിയ മാന്യന്മാരാണോ? അവരുടെ ഹിസ്റ്ററി മൊത്തം എടുത്ത് ആദ്യം പരിശോധിക്കട്ടെ, അവർ നല്ലവരാണോ എന്ന്. അതിന് ശേഷം മാത്രമാണ് മറ്റുള്ളവൻ്റെ നേരെ കൈ ചൂണ്ടാനുള്ള അവകാശം അവർക്കുള്ളൂ. അല്ലാതെ ഒരാളെ പറ്റിയിട്ട് അറിയാതെ കാര്യങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെ മറ്റേ മറിച്ചെന്നൊക്കെ പോയി പറഞ്ഞു കൊടുത്താൽ ദൈവം എന്ന് പറയുന്നൊരു ശക്തി സത്യമാണെന്നുള്ള തെളിവ് തിരിച്ച് നമുക്ക് തന്നെ അത് അറിയാൻ പറ്റും, അവർ നമ്മളെപ്പറ്റി ആടെ പോയി കുറ്റം പറഞ്ഞു എന്നുള്ളത് അല്ലേ. അപ്പോൾ എനിക്കൊന്നേ പറയാനുള്ളൂ, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ചിന്തിക്കുക, നിങ്ങളുടെ വീട്ടിലും ആൾക്കാരുണ്ട് അല്ലേ. നിങ്ങളൊരു മനുഷ്യനാണ്, ഈ പറഞ്ഞു നടക്കുന്നവർ ഒരു മനുഷ്യനാണ്. അവർക്കും ഒറ്റക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളെന്താണ് സാമൂഹ്യ ജീവിയാണ്. നമുക്ക് ഒരു മനുഷ്യൻ ഒറ്റക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് പരസ്പര സഹകരണം ആവശ്യമാണ്. ആ സമയത്താണ് ഇങ്ങനെ പരസ്പരം നമ്മൾ അടിഞ്ഞ് അവരുടെ കാലിന് പോയി വീണ് കരഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രക്കും അവർക്ക് സമാധാനമാവും അങ്ങനെയുള്ള ആൾക്കാർ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരും, എനിക്കറിയാം എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരാണ് നിങ്ങളെല്ലാവരും. ആ സ്നേഹം ഇനിയും ഉണ്ടാവണം. നിങ്ങളുടെ സ്നേഹം തന്നെയാണ് എന്നെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്, എനിക്ക് മുന്നോട്ട് പോകാനുള്ള എൻ്റെ പ്രചോദനവും. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരോട് എൻ്റെ ചില അനുഭവങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, വേറെ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെയും എല്ലാവരോടും ഒരിക്കൽ കൂടി എല്ലാത്തിനും ഒരുപാട് നന്ദി പറയുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇനി വെറുക്കുന്നവരെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാനുള്ള ഒരു മൂന്നാം കണ്ണ് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരോടും എന്താണെന്ന് പറയേണ്ടതെന്ന് ഇനി പ്രത്യേകിച്ച് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഇപ്പോൾ വൈകുന്നേരമായി കേട്ടോ, എല്ലാവരും ചായയൊക്കെ കുടിച്ചിട്ടുണ്ടാവുന്ന. ഞാൻ ചായയൊക്കെ കുടിച്ച് ഞാൻ ഇപ്പോൾ ഇവിടെ ഫ്രീ ആയിട്ട് ഒറ്റയ്ക്ക് ഇരിക്കുവാണ്, ആരുമില്ല, ഞാൻ ഒറ്റക്കാണ്. അപ്പോൾ ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ച് നിങ്ങളുമായിട്ടൊക്കെ ഒന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വേഗം തന്നെ കാണാം. അപ്പോൾ എല്ലാവർക്കും
ഒരിക്കൽ കൂടി ടാറ്റ. മറക്കരുത് സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് ലൈക്ക്.